സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഒരു സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് SNDP ഹാള് വിഴിക്കത്തോട്ടിലാണ്. വിഴിക്കത്തോട്ടിൽ ഇവിടെ നിന്നൊരു മനോഹരമായൊരു കാഴ്ച എനിക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിച്ചൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിച്ചൊരു കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സക്ഷമയുടെ ഭാഗമായിട്ട് ദിവ്യാംഗരായിട്ടുള്ള ആളുകൾക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സഹായം നൽകുന്ന ഒരു സംഘടന, അവരിന്ന് ഓണക്കിറ്റ് വിതരണം ഇവിടെ നടത്തുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA, കാഞ്ഞിരപ്പള്ളിയുടെ MLA റോണി കെ ബേബി സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ ആയിട്ട് വെച്ചിരിക്കുന്ന കിറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ കിറ്റുകൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ക്ഷമയുടെ നേതൃത്വത്തിൽ ഇന്ന് വിഴിക്കത്തോട് വളരെ അർത്ഥവത്തായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഓണത്തിൻ്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള, നമ്മൾ പലരും കാണാതെ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അതാണ് യഥാർത്ഥ ഓണമെന്ന് വിളിച്ചോതിക്കൊണ്ട് സക്ഷമ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം അവർക്കിന്ന് ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ സന്ദേശം നമ്മുടെ ഈ സമൂഹം ഏറ്റെടുക്കട്ടെ. ഇതുപോലെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെ ഓണം വെടിരുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്ര വളരെ മനോഹരമായി ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സക്ഷമയുടെ ഭാരവാഹികളോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ തങ്കപ്പച്ചേട്ടനുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട ശ്രീ അജി, ബിജു, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസകൾ നേരുന്നു. നന്ദി. സുഹൃത്തുക്കളെ, സക്ഷമ ഈ സമൂഹത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നേരിടുന്ന, അതായത് ജന്മനാ തന്നെ അംഗവൈകല്യങ്ങൾ, അതുപോലെ തന്നെ കാഴ്ചക്കുറവുകൾ, പലതരത്തിലുള്ള പരിമിതികൾ മനുഷ്യന് നേരിടാറുണ്ട്. എന്നാൽ ആ പരിമിതികളെയെല്ലാം മറികടക്കുവാൻ, ആ പരിമിതികളെയെല്ലാം തരണം ചെയ്യുവാൻ സക്ഷമയിലൂടെ വിദ്യാഭ്യാസമാകട്ടെ, കലാപരമായ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതാകട്ടെ, എല്ലാ തരത്തിലും ഒരു സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു വലിയ സംഘടനയാണ് ഈ സക്ഷമ. ഇത് ഇന്നത്തെ ഇവിടുത്തെ ഓണാഘോഷത്തിൻ്റെ കിറ്റുകളുമായി വിതരണപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരു നിമിഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ ഹൃദയസ്പർശമായിട്ടുള്ള നിമിഷം. സക്ഷമയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ലഭിക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പം പെൻഷൻ കിട്ടുന്നുണ്ട് മാസം തോറും. അതുപോലെ തന്നെ ഓണത്തിന് കിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ അല്ലാണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷമാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കലാഞ്ജലി എന്ന് പറഞ്ഞൊരു അത് സാംസ്കാരിക കലാപരമായിട്ടുള്ള ഇതിനകത്ത് തന്നെ ഉള്ള ആൾക്കാർ തന്നെയാണ് പങ്കെടുക്കുന്നുണ്ടല്ലേ? എന്തിനാ പങ്കെടുക്കുന്നത്? പാട്ട്. പാട്ടൊക്കെ ഒരു രണ്ടുപേരും ഒന്ന് മൂളാവോ? പാടിയോ? കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. താങ്ക് യു. സക്ഷമ കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയാണ്. സക്ഷമ ഇന്നിവിടെ വിതരണം ചെയ്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ ഏകദേശം 90ഓളം കിറ്റുകളാണ്. നമുക്കിത് കൊടുക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ്. സക്ഷമ ഈ ഓണക്കിറ്റ് വിതരണം മാത്രമല്ല, ഭിന്നശേഷി മേഖലയിലെ നിരവധിയായിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് സേവനം ചെയ്യുന്ന ദേശീയ സേവന സംഘടനയാണ് സക്ഷമ. കോട്ടയം ജില്ലയിലെ 5 താലൂക്കുകളിലും നല്ല രീതിയിൽ സക്ഷമയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലും സക്ഷമയുടെ പ്രവർത്തനം പൂർവാധികം ശക്തിയായി തന്നെ നടക്കുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 45ഓളം കിറ്റുകളാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഈ വർഷം അതിൻ്റെ ഇരട്ടിയായി 90ഓളം കിറ്റുകൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സക്ഷമയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നല്ല മനസ്സുള്ള ആൾക്കാരെ നിരവധിയായിട്ടുള്ള അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ തന്നെ ഏകദേശം ഒരു 3-4 വീടുകളോളം നമ്മൾ നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പം നമുക്ക് 20 സെന്റ് സ്ഥലം ഒരു സുമനസിന്റെ സഹായത്തോടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് കിട്ടിയിരിക്കുന്നത്.
ആ കിട്ടിയിരിക്കുന്ന 20 സെന്റിൽ ഒരു 4 or 5 വീടുകൾ പണി പൂർത്തീകരിച്ച് നൽകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി സക്ഷമിക്ക് സാധിച്ചു. അതിനോടൊപ്പം ഈ വീടിന്റെ നിർമ്മാണം കൂടി ഏകദേശം 1 or 2 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് നൽകുവാനായിട്ടും സക്ഷമിക്ക് സാധിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. തന്നെയാണ് നിൽക്കുന്നത് സക്ഷമയുടെ ഓണക്കിറ്റ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വിരിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദിവ്യാംഗരായിട്ടുള്ള ഒട്ടനവധി കുട്ടികൾ നമ്മുടെ ഈ മേഖലയിലുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ കൊടുക്കുകയും സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒട്ടനവധി നല്ല നല്ല പദ്ധതികളാണ് സക്ഷമ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്ന വീട്ടുകാരുണ്ട്. തീരെ താഴ്ന്ന നിലയിലും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അങ്ങനെയുള്ള വീടുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സംരക്ഷണവും കൊടുക്കുന്ന ഒരു സംഘടനയാണ് സക്ഷമ. അതിനകത്ത് ചെറിയൊരു രീതിയിലും എനിക്ക് ഭാഗമാക്കാൻ പറ്റും. ഒത്തിരി നല്ലവരായിട്ടുള്ള സുമനസ്സുകളുടെ സഹായം തേടി ഈ ഒരു സക്ഷമയ്ക്ക് എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം സക്ഷമയുടെ പേരിലുള്ള എന്നെ സഹായിച്ച ഈ ഒരു ഉദ്യമത്തിൽ എനിക്കതിനകത്ത് ഭാഗമാക്കാൻ പറ്റി എന്നെ സഹായിച്ച എല്ലാ സുമനസ്സുകളോടും ഞാൻ നന്ദി പറയുന്നു. जनगणमङ्गलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 जय